ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഹോബിയാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു ബുക്ക് ഉണ്ടാക്കുന്ന ഒരു ഹോബിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു A4 ഷീറ്റ് എടുക്കാം. ആദ്യം നേരെ മടക്കാം, പിന്നെ അതിനെ പകുതിയാക്കി മടക്കാം. എന്നിട്ട് ലൈൻ ചെയ്ത് കട്ട് ചെയ്യാം. ഫ്രണ്ട് വേഗത്തിൽ കട്ട് ചെയ്തു. എനിക്ക് കട്ട് ചെയ്യാൻ പരിചയമില്ലായിരുന്നു. ഞാൻ പതുക്കെയാണ് കട്ട് ചെയ്തത്. ഫ്രണ്ട് അടുത്ത പണികൾ തുടങ്ങി. ഫ്രണ്ടിൻ്റെ ബാക്കിൽ ഞാനും ഓരോന്ന് ചെയ്തു. രണ്ടാളും നല്ല ആവേശത്തിലായിരുന്നു. ആരത് ഫസ്റ്റ് കഴിയും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞാൻ കട്ട് ചെയ്യുന്നത് നോക്കി എന്നെ കളിയാക്കിയിരിക്കുകയായിരുന്നു എൻ്റെ ഫ്രണ്ട്. എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാനും ഓരോന്ന് ചെയ്ത് അവരോടൊപ്പം എത്തി. അങ്ങനെ ലൈൻ വരച്ച് അടുത്ത പേപ്പറും കട്ട് ചെയ്തു. എൻ്റെ രണ്ട് കൈയിലും ഓരോ പേപ്പർ കിട്ടി. ഞാൻ അവൾ വരയ്ക്കുന്നത് നോക്കി നിന്നു. പിന്നെ ഞാനും ലൈൻ വരച്ച് കട്ട് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് കത്രിക എടുത്ത് ഞാനും വെട്ടാൻ തുടങ്ങി. പേജ് അടക്കി പുസ്തക രൂപത്തിലാക്കി. അവൾ പുറമേ ലൈൻ വരച്ച് വൃത്തിയാക്കി കട്ട് ചെയ്തു. ഞാൻ അതിനൊന്നും നിൽക്കാതെ വേഗത്തിൽ പിന്നടിച്ചു. അങ്ങനെ ബുക്കാക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ഭാഗം കളർ ചെയ്താണ് ഭംഗിയാക്കുന്നത്. രണ്ട് ചെറിയ ചിത്രങ്ങൾ വരച്ചാണ് ഭംഗിയാക്കുന്നത്. ഞാൻ പല പല കളറിലാണ് ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത കളർ ഇതാണ്. ഫ്രണ്ട് ചെയ്തതോ ഇതാണ്. ഇതിൽ ആരുടേതാണ് ഭംഗി? കമൻറ്റ് ചെയ്യണേ. ഇതിനു മുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ വാട്ടർമെലൺ കൊണ്ടൊരു ചിത്രമുള്ള ഒരു പുസ്തകം ഉണ്ടാക്കി. കളർ പേപ്പർ കൊണ്ടൊരു ബുക്ക് ഉണ്ടാക്കി. സാധാ പുസ്തകങ്ങൾ ഒരുപാടുണ്ടാക്കി. സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള പുസ്തകം ഉണ്ടാക്കി. ബാഗ് ഞാനും ഫ്രണ്ടും കൂടി ഇരുന്നുണ്ടാക്കിയതാണ്. ഞങ്ങളെ പുസ്തകങ്ങൾ വെക്കാൻ വേണ്ടി ഒരു മൈ ബുക്ക് ഉണ്ടാക്കി. അതിൽ പേന, ബുക്ക്, ഞങ്ങളെ കുഞ്ഞു പുസ്തകങ്ങൾ എല്ലാം ഇട്ട് വെക്കാറുണ്ട്. എല്ലാം അടുക്കി ഒതുക്കി വെക്കുന്ന ബുക്കാണ് മൈ ബുക്സ്. ഇതിൽ അർഷിയ ഹൈറ എന്നും പേര് എഴുതിയിട്ടുണ്ട്. हंसने लगी थी, ये भी हंसने लगा था. दोनों समझे नहीं थे वो जो होने लगा था. आओ सुनाओ प्यार की आओ सुनाओ प्यार की एक कहानी. एक था लड़का, एक थी लड़की दीवानी. वो भी हंसने